ആ ആ, ഞാനാ രഘു. നിങ്ങളെന്താ ഇവിടെ? അതെന്തൊരു ചോദ്യം രഘു, എനിക്കിവിടെ വരാൻ പാടില്ലേ? അനുപമ ഇന്ദറിനെതിരെ ഡിവോഴ്സ് നോട്ടീസ് അയച്ചിട്ടല്ലേ ഉള്ളൂ. അവര് തമ്മിൽ പിരിഞ്ഞിട്ടൊന്നുമില്ലല്ലോ. അതുകൊണ്ട് അനുപമയും കുഞ്ഞും ഇവിടെയല്ല താമസം നിങ്ങൾക്കറിയില്ലേ? അനുപമയുടെ അച്ഛൻ അനന്തമാഷ് ഇവിടെയാണല്ലോ. ഞാൻ അദ്ദേഹത്തെ കാണാൻ വന്നതാ. അതെ, എന്താ സുശീലന്റെ കാര്യം? അച്ഛനും ഞങ്ങൾക്കും ഇപ്പൊ തന്നെ ആവശ്യത്തിലധികം തലവേദനയുണ്ട്. അതിന്റെ കൂടെ നിങ്ങളുടെ ഏഷണിയും ഭീഷണിയും കൂടെ കേൾക്കാൻ വേണ്ടി ഞങ്ങൾക്ക് വയ്യ. അതുകൊണ്ട് ദയവേത് അച്ഛൻ വരുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് പോവാൻ നോക്കാം. എന്റെ പൊന്നമ്പിളി, ഞാൻ ഏഷണി പറയാനോ ഭീഷണിപ്പെടുത്താനോ ഒന്നും വന്നതല്ല. അല്ല, എന്റെ ഒരു ആവശ്യം അനന്തം മാഷിനെ ഒന്ന് അറിയിക്കാൻ വേണ്ടി വന്നതാ. അതെ, നിങ്ങൾക്കും കൂടി ഗുണമുള്ള കാര്യമാ. ആ ലച്ചുമോളെ, മോള് പണ്ടത്തെക്കാളും മിടുക്കിയായല്ലോ. മോക്ക് വേണ്ടി മുത്തശ്ശി വാങ്ങിക്കൊണ്ടുവന്ന ചോക്ലേറ്റ്. ഇതൊക്കെ എന്തിനാ ആന്റി? ആ, വലിയൂർക്കടയിലെ തർക്കവും ശത്രുതയൊന്നും കുഞ്ഞുങ്ങൾക്ക് അറിയില്ലല്ലോ അമ്പിളി. ഞാനിതെന്റെ ഒരു സന്തോഷത്തിന് വാങ്ങിച്ചതാ. അല്ല, മോളെ അടുത്ത വർഷം LKG വിടാറായല്ലോ അമ്പിളി. ആ, എല്ലാവരും ടൗണിൽ പഠിക്കുമ്പോ നിങ്ങളെ മോളെ കുഗ്രാമത്തിൽ ചേർത്ത് പഠിപ്പിക്കാനാണോ തീരുമാനം? അതൊക്കെ ഞങ്ങൾ ആലോചിച്ച് വേണ്ടതുപോലെ ചെയ്തോളാം. ആന്റി വന്ന കാര്യം പറഞ്ഞിട്ട് പോവാൻ നോക്ക. അല്ല, അന്തമാഷം കൂടി ഉള്ളപ്പോ പറയേണ്ട കാര്യമോ ഇത്? എന്നാലും നിങ്ങളോട് ഞാൻ പറയാം. അനുപമ ഇന്ദ്രനെ ആ ഷോപ്പിൽ നിന്ന് ഇറക്കിവിടാൻ തീരുമാനിച്ചിരിക്കുകയാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. എന്റെ മോൻ ചോര നീരാക്കി ഉയർത്തിക്കൊണ്ടുവന്നൊരു സ്ഥാപനോ, അത് കൈവിട്ടു പോയാ പിന്നെ ഇന്ദ്രനില്ല. ഇതൊന്നും നിങ്ങൾ ഇവിടെ വന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ആന്റി. ഇന്ദ്രൻ ഇങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിച്ചതേ ഞങ്ങളാരും അല്ലല്ലോ, നിങ്ങൾ തന്നെയല്ലേ? അല്ല, മുഴുവൻ പറയട്ടെ രഘു. അനുപമയ്ക്ക് ആ ഷോപ്പ് കിട്ടിയിട്ട് ഒരു കാര്യവുമില്ല. അതിനകത്തുള്ള സാധനങ്ങളൊക്കെ ഇന്ദ്രന്റെ. ആ ഷോപ്പിന് അനുപമ ചോദിക്കുന്ന പണം ഇന്ദ്രൻ കൊടുത്താലേ അവളുടെ കയ്യിൽ നിന്ന് ഇന്ദ്രൻ അത് വാങ്ങാൻ തയ്യാറാ. ചോദിക്കുന്ന പണമെന്ന് വെച്ച് അവൾ 50 ലക്ഷം ചോദിച്ചാലേ ഇന്ദ്രൻ കൊടുക്കൂ? അല്ല രഘുവേട്ട, അത് അറിയണല്ലോ. അയ്യോ അമ്പിളി, ഞാൻ പറയാം. അന്ന് ആ ഷോപ്പ് എടുക്കാൻ ദാസാറ് കൊടുത്തത് 25 ലക്ഷം രൂപയാ. ഇന്നിപ്പോ അതിന്റെ മൂല്യമൊക്കെ കൂടി. ഇനിയിപ്പൊ അനുപമ 50 ലക്ഷം കൂടിയേ തീരുമെന്ന് പറഞ്ഞാ അത് ഞങ്ങൾ കൊടുക്കാൻ തയ്യാറാ. രഘുവേട്ട, ഇതാലോചിക്കാവുന്ന കാര്യമാണല്ലോ. അല്ല, സുശീലാന്റി കാര്യമായിട്ട് പറഞ്ഞതാണല്ലോ. ഞാൻ ആദ്യമേ നിങ്ങളോട് പറഞ്ഞതല്ലേ, നിങ്ങൾക്കും കൂടി ഗുണമുള്ള കാര്യത്തിനാ ഞാൻ വന്നിരിക്കുന്നതെന്ന്.